മരം പ്ലാസ്റ്റിക് കച്ചവടശാലകളാകുന്നു, മരങ്ങൾ കെട്ടിടങ്ങളാകുന്നു. ഇതൊരു പുരോഗതിയാണ്. ഡെവലപ്മെന്റ്. റോഡുകളും കെട്ടിടങ്ങളും ഫാക്ടറികളും ഇല്ലാതെ നാം എങ്ങനെ ജീവിക്കും? പ്രകൃതിയല്ലേ വാടകയ്ക്കെങ്കിലും ജീവിക്കട്ടെ. നമ്മളെപ്പോലുള്ള പാവങ്ങളായ ജനങ്ങളെ ആര് സംരക്ഷിക്കാനാണ്? ഓൺലൈൻ ഷോപ്പിംഗും ഫാസ്റ്റ് ഫുഡും ഇല്ലാതെ ഇക്കാലത്ത് ജീവിക്കാൻ പറ്റുമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? നമുക്ക് ശ്രദ്ധിക്കാൻ ഞാൻ ഒറ്റയായി നിലകൊള്ളുന്നു. നിങ്ങൾ എന്നെ വെട്ടുന്നു, പിന്നെ നിങ്ങൾക്ക് ഓക്സിജൻ ലഭിക്കുമോ? എന്റെ പുഞ്ചിരിയിൽ നിങ്ങൾ വളരുന്നില്ലേ? എന്നാൽ നിങ്ങൾ മാലിന്യം കളയുമ്പോൾ നിങ്ങൾക്ക് ആഹ്ലാദമുണ്ടോ? ഞാൻ ശുചിത്വം നൽകുന്നു, നിങ്ങൾ എനിക്ക് പകലിലും രാത്രിയിലും മലിനീകരണം നൽകുന്നു. ഞാനാണ് പ്ലാസ്റ്റിക് ഭൂതം. നിങ്ങൾ എന്നെ ഒരുപാട് ഉപയോഗിക്കുന്നു. മണ്ണും ജലവും ഞാൻ മലിനമാക്കും. നിങ്ങൾ എന്നെ കത്തിച്ചാൽ എന്നിൽ നിന്നും വിഷവാതകം പുറപ്പെടും. നമുക്ക് തിരിച്ചറിയാൻ വൈകുകയാണോ? ഇനിയാണെങ്കിൽ നമ്മൾ അത് മാറ്റണം. നമ്മൾ ചെടികൾ നടണം, മരങ്ങൾ വെക്കണം, പ്ലാസ്റ്റിക് ഉപേക്ഷിക്കണം, കച്ചവടം കൊണ്ട് പ്രകൃതിയെ വിൽക്കരുത്. ഇനി നമുക്ക് കൂടി പറയാം, അതിലാണ് നമ്മുടെ ജീവൻ. ഞാനും ഇപ്പോൾ മനസ്സിലാക്കി, വികസനം വേണം, പക്ഷേ പ്രകൃതിയോട് സഹകരിച്ചുകൊണ്ട്. ഞാനും പ്ലാസ്റ്റിക് ഉപേക്ഷിക്കും, പൊതുവാഹനങ്ങൾ ഉപയോഗിക്കും, മരങ്ങൾ നട്ടുപിടിപ്പിക്കും. അതിനായി പച്ചയ്ക്കായി, ഭൂമിക്കായി, കാറ്റിനായി,